ഹലോ എവരി വൺ. ആധാറിൻ്റെ പുതിയ ഭാഗ്യചിഹ്നം ഏതാണ്? ആധാറിൻ്റെ പുതിയ ഭാഗ്യചിഹ്നമാണ് ഉദയ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ രാജ്യത്ത് ആദ്യമായി ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? അത് നാഗാലാൻഡ് ആണ്. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം. റോബോട്ടുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? അത് റോബോട്ടിക്സ് എന്നറിയപ്പെടുന്നു. റോബോട്ടുകളെ കുറിച്ചുള്ള പഠിക്കുന്ന ശാസ്ത്രശാഖ റോബോട്ടിക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. മൗണ്ട് എവറസ്റ്റ് കയറിയ ആദ്യ ഇന്ത്യൻ വനിത ആരാ? ബജേന്ദ്രി പാൽ. ഓക്കെ, കറക്റ്റ് ആണ് ആൻസർ. കേരളത്തിന്റെ തനതു കലാരൂപം ഏതാണ്? അത് കഥകളിയാണ്. കേരളത്തിന്റെ തനത് കലാരൂപം. മുറിച്ചു വെച്ചാൽ ബാക്ടീരിയകൾ പെരുകുന്ന പച്ചക്കറി ഏത് പച്ചക്കറിയാ? അത് ഉള്ളിയാണ്. ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? മന്നത്തു പത്മനാഭൻ. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്തു പത്മനാഭനാണ്. 2025 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2025 വയലാർ അവാർഡ് ജേതാവ് ഇ സന്തോഷ് കുമാറാണ്. ഇ സന്തോഷ് കുമാറിന്റെ കൃതിയാണ്. ഏത് കൃതി അറിയോ? തപോമയുടെ അച്ഛൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത് ആരാ? അത് AK ആന്റണിയാണ്. കറക്റ്റ് ആൻസർ ആണ്. ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയിലാണ് ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ഏത് ജില്ലയാണ്? അത് വയനാട് ജില്ലയാണ്. കറക്റ്റ് ആൻസർ. 2025 ഡിസംബർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടീവ് നിയമിതയായത് ആരാണ്? അതെ, RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ നിയമിതനായത് ഉഷ ജാനകി രാമനാണ്. ജാനകി രാമൻ. കറക്റ്റ് ആൻസർ ആണത്. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2025 ഫിഫ അണ്ടർ-17 ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? അതെൻ്റെ ഫേവറേറ്റ് രാജ്യമായ പോർച്ചുഗലാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ.